നിതിൻ രാജിൻ്റെ പിതാവ് ശ്രീ രാജനുമായി ഞാൻ ഏറെ സമയം സംസാരിച്ചു. നിതിൻ രാജിൻ്റെ പിതാവിൻ്റെ അഭിപ്രായത്തിൽ ഒന്നാം വർഷ വിദ്യാർത്ഥിയായി ഡെൻ്റൽ കോഴ്സിന് ചേർന്ന അന്ന് മുതൽ തന്നെ നിതിൻ രാജിനെ പീഡിപ്പിക്കുന്ന നിലയിലുള്ള ഒരു സംഭവവികാസങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട് എന്നാണ് അദ്ദേഹം ഇവിടെ സൂചിപ്പിച്ചത്. ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡായിട്ടുള്ള റാമാണ് ജാതി പറഞ്ഞ് ആക്ഷേപിക്കുകയും നിതിൻ രാജിൻ്റെ പിതാവ് രാജൻ അവിടെ ചെല്ലുമ്പോൾ അവരെ വേണ്ട രൂപത്തിലുള്ളൊരു പരിഗണന കൊടുക്കുകയോ ഇവർ പറയുന്ന പരാതികളോ ഒന്നോ കേൾക്കുന്നതിന് വേണ്ടി തയ്യാറായിട്ടില്ല. ഒരു ഇടവേളയ്ക്ക് വീട്ടിൽ വന്നിട്ട് തിരിച്ചു പോയ അവസരത്തിൽ ഹോസ്റ്റൽ റൂം കൊടുത്തില്ല. സിക്ക് റൂമിലാണ് ഇയാൾ നിതിൻ രാജ് കഴിയേണ്ടി വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിനെ സംബന്ധിച്ചിടത്തോളം നിതിൻ രാജിൻ്റെ കുടുംബം, അദ്ദേഹത്തിൻ്റെ പിതാവും ബന്ധുക്കളും ആവശ്യപ്പെടുന്നത് നീതിപൂർവമായിട്ടുള്ളൊരു അന്വേഷണം ഇക്കാര്യത്തിൽ നടക്കണം എന്നുള്ളതാണ്. ഞാൻ ഈ അഞ്ചരക്കണ്ടി ഭാഗത്തെ പോലീസ് ഉദ്യോഗസ്ഥൻ SP ആയിട്ട് സംസാരിച്ചപ്പോൾ ഈ കാര്യം അന്വേഷിക്കുന്നതിന് വേണ്ടി ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അത് ഈ ജാതി പറഞ്ഞ് ആക്ഷേപിച്ചതിനെ സംബന്ധിച്ചും അതിൻ്റെ അടിസ്ഥാനത്തിൽ ആത്മഹത്യാ പ്രേരണയെ സംബന്ധിച്ചൊക്കെ ഉള്ള കാര്യങ്ങൾ അന്വേഷിക്കുമെന്നാണ് പോലീസ് സൂപ്രണ്ട് വ്യക്തമാക്കിയിട്ടുള്ളത്. ഇതിന് വളരെ ഗൗരവമുള്ള ഒരു വിഷയമായിട്ട് എനിക്ക് തോന്നിയത് ഈ കോളേജിൽ നിന്ന് ഒരാൾ പോലും ഈ വീട്ടിൽ വന്നിട്ടില്ല എന്നുള്ളതാണ്. ഈ മരണത്തോട് ബന്ധപ്പെട്ട് ഒരാൾ പോലും ഈ വീട്ടിൽ വന്നിട്ടില്ല എന്നുള്ളതാണ്. അത് സംശയം കൂടുതൽ വർദ്ധിപ്പിക്കുന്നു എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം, സാധാരണഗതിയിൽ ഒരു സംഭവം ഇതുപോലെ ഉണ്ടായാൽ ആ കോളേജിലെ മുഴുവൻ വിദ്യാർത്ഥികളും ഇതിൻ്റെ അനുശോചനം രേഖപ്പെടുത്താൻ ആ വീട്ടിൽ വരുന്നതാണ്. ഒരു വിദ്യാർത്ഥി പോലും വന്നില്ല. അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ വിദ്യാർത്ഥികൾ പോകാൻ പാടില്ല എന്ന് മാനേജ്മെൻറ്റ് കർശന നിർദ്ദേശം കൊടുത്തിരിക്കുകയാണ്. ഇപ്പോൾ ഇൻ്റേണൽ അസസ്മെൻറ്റ് മാർക്കുണ്ടല്ലോ പ്രൊഫഷണൽ കോളേജുകൾ, അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭീഷണി ആയുധമാണ്. ഇപ്പോൾ ഇൻ്റേണൽ മാർക്ക് പറഞ്ഞാണ് കുട്ടികളെ ഭീഷണിപ്പെടുത്തുന്നത് എന്നുള്ള നിലയിലാണ് ഇത് മനസ്സിലാക്കിയിട്ടുള്ളത്. ഇത് 2-3 വ്യക്തികൾ ചേർന്നുള്ള ഒരു അൺഎയ്ഡഡ് മാനേജ്മെൻറ്റ് കോളേജിൽ നിന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അതിലെന്തെങ്കിലും പിശകുണ്ടോ എന്നുള്ള വിവരം അറിയില്ല. എന്തായാലും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് വന്ന ഉടനെ തന്നെ മുഖ്യമന്ത്രിയെ കാണുന്നതിന് വേണ്ടിയുള്ള സംവിധാനം ഒരുക്കാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഒരു വാടക വീട്ടിലാണ് രാജൻ താമസിക്കുന്നത്. കൂലിവേല പണിക്കാണ് പോകുന്നത്. രാജൻ്റെ കുടുംബം ഇങ്ങനെ സാമൂഹികപരമായി സാമ്പത്തികപരമായി പിന്നോക്കമാണെങ്കിലും ഈ നിതിൻ രാജ് പഠിക്കാൻ നല്ല മിടുക്കനാണ്. അവന് മെറിറ്റിലാണ് ഈ കോളേജിൽ കിട്ടിയത്. മെറിറ്റ് കോട്ടയിലാണ് ഈ കോളേജിൽ കിട്ടിയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ രാജൻ്റെ രാജനായിരുന്നു എല്ലാത്തിനും ഒരു ശക്തിയും ഒരു ലക്ഷ്യവും. രാജൻ്റെ വേർപാടിന് ശേഷം ഈ കുടുംബം അനാഥമായിട്ടുണ്ട്. നിതിൻ രാജിൻ്റെ വേർപാടിന് ശേഷം ആ കുടുംബം അനാഥമായിട്ടുണ്ട്. അവരെ ഇവിടെ വന്നപ്പോൾ തന്നെ അവരുടെ കുടുംബത്തിലെ എല്ലാവരും വളരെ ദുഃഖത്തിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കുടുംബത്തെ സഹായിക്കാൻ എന്ത് ചെയ്യാൻ കഴിയുമെന്ന് സംബന്ധിച്ചിടത്തോളം ഗവൺമെൻറ് ആലോചിക്കും. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ കാണുന്നതിന് വേണ്ടിയുള്ള സൗകര്യം ഒരുക്കി കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. മുഖ്യമന്ത്രിയും കൂടെ വന്നതിന് ശേഷം കൂടുതൽ കാര്യങ്ങൾ തീരുമാനിക്കുമെന്നുള്ളതാണ് ഇപ്പോൾ പറയാനുള്ളത്.